നമസ്കാരം, ഞാൻ ഡോക്ടർ വിവേക് ശശീന്ദ്രൻ. ഇന്ന് നമ്മുടെ ഈ എപ്പിസോഡിൽ നമ്മൾ കോക്ലിയർ ഇംപ്ലാന്റേഷനെ കുറിച്ച് തന്നെ തുടരുകയാണ്. നമുക്ക് വന്നൊരു ക്വറി, കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് CT സ്കാൻ MRI ചെയ്യുന്നതിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്നുള്ളതാണ്. നമുക്ക് CT സ്കാൻ ചെയ്യുന്നതിൽ പ്രോബ്ലംസ് ഇല്ല, പക്ഷേ MRI ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ടൈപ്പ് ഡിവൈസാണ് വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം MRI സ്കാൻ ചെയ്യുമ്പോൾ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡിനകത്താണ് നമ്മൾ കയറുന്നത്. അപ്പം ഈ കോക്ലിയർ ഇംപ്ലാന്റ് ഡിവൈസിനകത്ത് മാഗ്നറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ ഫീൽഡിനകത്ത് കയറുമ്പോൾ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ അത് ഇംപ്ലാന്റ് മാഗ്നറ്റായിട്ട് ഇൻ്റർഫിയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതിന് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ ഇംപ്ലാന്റ്സ്, ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ന്യൂ ജനറേഷൻ ഇംപ്ലാന്റ്സ് ഒക്കെ 3 ടെസ്ല MRI മെഷീനായിട്ട് കമ്പാറ്റബിൾ ആണ്. എന്നാൽ നമ്മൾ പഴയ മോഡൽ ഇംപ്ലാന്റ്സ് നോക്കുകയാണെന്ന് വെച്ചാൽ അതൊരു പക്ഷേ ഒരു 1.5 ടെസ്ല MRI ആയിട്ട് മാത്രമേ കമ്പാറ്റബിൾ ഉള്ളൂ. അപ്പോൾ ആ പഴയ ഡിവൈസ് ഉള്ള ആൾക്കാർ ഒരു പക്ഷേ ഒരു 3 ടെസ്ല MRI മെഷീനകത്ത് ഒരു സ്കാൻ ചെയ്യാൻ പറ്റുന്നതല്ലായിരിക്കും, കാരണം ആ ഡിവൈസ് അതായിട്ട് കമ്പാറ്റബിൾ അല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒന്നുകിൽ നമ്മൾ ആ മാഗ്നറ്റ് റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളിത് ബാൻഡ് ചെയ്യുക, സ്ട്രാപ്പ് ചെയ്യുക. അങ്ങനെ കുറേ സ്ട്രാറ്റജീസ് പല രീതിയിലുണ്ട് നമുക്ക് ഇംപ്ലാന്റ് ചെയ്യാനായിട്ടുള്ള. സ്കാനിന് പോകുന്നതിന് മുന്നേ തീർച്ചയായിട്ടും അവർ ചോദിക്കുന്ന കാര്യമാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡിവൈസുകൾ, അതായത് ഇപ്പോൾ പേസ് മേക്കറോ അതുപോലെ ഇംപ്ലാന്റ് പോലുള്ള ഡിവൈസുകൾ എന്തെങ്കിലും നിങ്ങളുടെ ശരീരത്തുണ്ടോ എന്നുള്ളത്. അപ്പം അത് എന്ത് ടൈപ്പ് ഡിവൈസാണ്, അത് എന്ത് ടൈപ്പ് MRI ആയിട്ട് കമ്പാറ്റബിൾ ആണെന്നുള്ളത് തീർച്ചയായിട്ടും ഇംപ്ലാന്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ടതാണ്. താങ്ക് യു.